ആരുടെ നേതൃത്വത്തിലാണ് ഈ സമരം? ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം? ജനങ്ങളുടെ നേതൃത്വത്തിൽ. ജനങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗം അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ജനങ്ങളാണ്. നിങ്ങളെല്ലാം DCC ഭാരവാഹികളാണ്. ഞങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നു, അത്ര തന്നെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗം. കേരളത്തിലെ ജനപക്ഷത്തോടൊപ്പമാണ്. കേരളത്തിലെ ജനപക്ഷത്തോടൊപ്പം നിന്ന് VD മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യമാണ് ഈ കേരളത്തിലെ ജനതയ്ക്കുള്ളത്. VD സാഹചര്യത്തിൽ ആവില്ല എന്നാണോ? VD ആവില്ല, ആവണം. VD ആക്കിയേ പറ്റൂ. നിലവിലെ സാഹചര്യത്തിൽ ആവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം. ജനകീയ പ്രക്ഷോഭമാണ്. ഇതിനെ പിന്തള്ളാൻ പറ്റില്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് പറയൂ, ക്ലിയർ ശ്രീവരട്ടെ വരൂ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത്? ഞങ്ങൾ കേരളത്തിലെ യുവജനങ്ങൾ ഒന്നടങ്കം നമുക്ക് തമിഴ്നാട്ടിൽ TVക്ക് വിജയിച്ചപ്പോൾ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വമൊക്കെ പറഞ്ഞത് യുവജനങ്ങൾ ഒന്നടങ്കം TVKയുടെ വിജയുടെ കൂടി അതിന്റെ 10 ഇരട്ടിയാണ് കേരളത്തിലെ യുവജന സമൂഹം ഒന്നടങ്കം BDS. ഒരു വ്യത്യാസമില്ല. BD 5 വർഷം ഈ പാർട്ടി പ്രവർത്തകരെ സ്നേഹിച്ച ഈ പാർട്ടി പ്രവർത്തകർ മാറോട് ചേർത്ത BDക്കൊപ്പമാണ് കേരളത്തിലെ ജനസമൂഹം. സാഹചര്യത്തിൽ VD ആവില്ല എന്നൊരു പ്രശ്നമുണ്ടോ? ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ ജനസമൂഹത്തിന് ഉറപ്പുണ്ട്. കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ സ്നേഹമാണ്. ഞങ്ങൾ BD സഹിച്ചു സ്നേഹമാണ്. ഞങ്ങൾ തമ്മിൽ വിഭാഗീയ മന്ത്രിയാകാൻ വരണ്ട. ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേറെ ആരും വരണ്ട. ഒരേ ഒരു VD മാത്രമേ ഉള്ളൂ. VD മുഖ്യമന്ത്രിയായാൽ മതി. അല്ല, നേതാക്കളല്ല. ഇത് സാധാ പ്രവർത്തകരാണ്, അല്ല നേതാക്കളല്ല. ഞങ്ങൾ ബൂത്ത് ഭാരവാഹി പോലും അല്ല. നമ്മൾ വോട്ടർമാരാണ്. നമ്മൾ ഔദ്യോഗികമായ ഒരു പോസ്റ്റിലുള്ളവരല്ല. BD സതീശൻ എന്ന കേരളത്തിന്റെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജനം വോട്ട് ചെയ്തത്. ആ BD സതീശന് വേണ്ടി കേരള ജനത ഒന്നടക്കം BD സതീശൻ മുഖ്യമന്ത്രിയാവാൻ. മാധു കേട്ടല്ലോ അല്ലേ? ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചവർ DCCയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ജനങ്ങളുടെ കൂട്ടായ്മ എന്നാണ് വിശദീകരിക്കുന്നത്. ആരാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ജനങ്ങളാണ് എന്നുള്ളതാണ് DCC ഭാരവാഹികൾ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ മാധു, അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് ഈ മാർച്ചിലുള്ളത് എന്നുള്ളതാണ്. സാധാരണ തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്ര വലിയ സമരം അങ്ങനെ നടത്താൻ കഴിയാറില്ല. പ്രതിഷേധം ഇത്രയും ആളുകളെ പെട്ടെന്ന് സംഘടിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ ഇന്ന് സ്വന്തം നിലക്ക് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്ലക്കാർഡുകളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് അണിനിരുന്നുകൊണ്ട് പ്രസാദ് തന്നെ പറയുന്നത് പോലെ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും വലിയ ജാഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. റഹീസ് റഷീദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റഹീസ്, KSUവിന്റെ നേതാക്കളുണ്ട്, DCCയുടെ നേതാക്കളുണ്ട്, INTUCയുടെ നേതാക്കൾ വരെയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, KSUവിന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്. അത്തരം പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്നത്. ആ പ്രകടനം MLA ഹോസ്റ്റലിന്റെ, അതായത് കോൺഗ്രസിന്റെ MLAമാരടക്കമുള്ള ആളുകൾ താമസിക്കുന്ന MLA ഹോസ്റ്റലിന്റെ മുമ്പിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ജംഷീദ് പള്ളിവയലുണ്ട്. ഇതെന്താ, VD സതീശന് വേണ്ടി എല്ലാവരും ഒരുപോലെ നേതാക്കളല്ലേ നിങ്ങൾക്ക്? പക്ഷെ ഒരാൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നു, ബാലറ്റിലൂടെ ജനം അന്തിമ തീർപ്പ് കൊടുത്തിരിക്കുകയാണ്. അത് വെറും അക്കങ്ങളല്ല, അത് അവരുടെ തീർപ്പാണ്, അത് ജനഹിതമാണ്. ആ ജനഹിതം എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ എല്ലാം കോൺഗ്രസിന്റെയൊക്കെ അഭിമാനമായ VD സതീശനാണ്. അദ്ദേഹത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മാനവികതയാണ്, ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും വികാരമാണ്, വൈകാരികതയാണ്.